അതൊന്നും പറ്റത്തില്ല അവർക്ക്. ഇപ്പൊ പക്ഷെ കണ്ടോ തിരിച്ചു വരുമ്പം വെള്ളം മോളിൽ കൂടെ ഒഴുകും. നല്ല അടിപൊളി. അതെന്താ സാധനം? സോഡയോ? ലൈം സോഡ. നല്ല ഇഞ്ചി. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ARM. ഇന്ന് നമ്മളുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ മൺറോത്തുരുത്ത് എസ് വളവ്. ആക്ച്വലി ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മുടെ കയാക്കിംഗ് വീഡിയോ ഇല്ലേ, അതിൽ ഞാൻ കരിക്ക് നിലവിച്ച് കയാക്കിംഗ് ചെയ്ത കായലില്ലേ നമ്മുടെ അവിടെയാണുള്ളത്. ഒരു സൺസെറ്റ് സമയമായി, സൺസെറ്റ് കഴിഞ്ഞു ആക്ച്വലി. പക്ഷേ ഞാൻ കാണിച്ചു തരാം. പറഞ്ഞത് പകുതിയും കാറ്റത്ത് പോയി എന്നുള്ളത് മനസ്സിലായി. ഇതാണ് എസ് വളവ് മൺറോത്തുരുത്ത്. നമ്മളന്ന് കയാക്കിംഗ് ചെയ്തില്ലേ അഷ്ടമുടി കായൽ, അതിൻ്റെ അവിടെയാണ്. ഇവിടെ വന്നിട്ട് ഈ ഒരു ഇടവഴി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വരെ നടന്നു പോവാം. ഈ ഒരു കാണുന്ന വീതി അങ്ങുണ്ടാവില്ല, പക്ഷെ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നിങ്ങൾ ജസ്റ്റ് റോട്ടിൽ കൂടെ പോയി കാണുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു വഴി കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഈ ഗോൾഡൻ അവറൊക്കെ ഏകദേശം കഴിഞ്ഞു. നല്ല മഴക്കാറും ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ആ സൺസെറ്റ് കഴിഞ്ഞാൽ ഇരുണ്ടു വരുന്ന ഒരു സമയം, അതൊരു രക്ഷയില്ലാത്ത സമയമായിരുന്നു. മറ്റേ ഇതെവിടെ സ്ഥലം എന്നറിയൂ? ഞാനിങ്ങനെ പറയായിരുന്നു, ഇതെവിടെയാ സ്ഥലം എന്നറിയൂ എന്ന് ചോദിക്കണം. നമ്മുടെ കയാക്കിംഗ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഇങ്ങനെ പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിങ്ങനെ വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. നമ്മളിത് അത് കൂടെ നടക്കുമ്പോൾ നമ്മൾ ബോട്ടിങ്ങിനും കയാക്കിങ്ങിനും അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ വിളിച്ചതിൻ്റെ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഒരു കയാക്കിംഗ് പോയത് എങ്ങനെയാണെന്ന് എനിക്കേ അറിയുള്ളൂ, അപ്പോഴാണ് അടുത്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം നമ്മൾ പോയത് ഞാനും ഉണ്ണി പിന്നെ എൻ്റെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊല്ലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് വന്നതാണ്. പിന്നെ ഉണ്ണിയുടെ അമ്മ. ഓക്കെ, അപ്പോൾ നമ്മൾ 4 പേരും കൂടി ജസ്റ്റ് ഒരു ഈവനിങ്, മമ്മി ഒരു ദിവസത്തേക്ക് വന്നതായിരുന്നു. അപ്പോൾ ആ ജസ്റ്റ് ഒന്ന് സ്ഥലം ഒന്ന് കാണിക്കാൻ വിചാരിച്ച ഒരു ഈവനിങ് ആയിട്ട് സ്പെൻഡ് ചെയ്തതാണ് അവിടെ. പക്ഷേ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, സീരിയസ്ലി ഒരു രക്ഷയില്ല മാൻ. ഞാൻ എന്തുവാ അവിടെ അതിസൂക്ഷ്മമായി നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കണ്ടോ നടക്കണ വഴിയിൽ വെള്ളം കയറി കിടക്കുന്നുണ്ടോ? അതിൽ ആ കയറി കിടക്കുന്ന പോർഷനിൽ ആ സ്ലാബിൻ്റെ അവിടെയൊക്കെ മീനുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. അപ്പോൾ അത് നോക്കി നിന്നതാണ് ഞാൻ അവിടെ. പിന്നെ നല്ല തിരക്കുള്ള കായലല്ലേ. ARMൽ ഏതെങ്കിലും വീഡിയോയിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടിട്ടുള്ള ഈ തല, ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഉണ്ണി അഥവാ അമിൽ ചന്ദ്രൻ. ഓക്കെ, ഞാൻ ഈ മുണ്ടൊക്കെ മടക്കി വെക്കണ പോലെ സ്കേർട്ട് മടക്കി വെച്ചത് എന്തിനാണ് ഓർമ്മയില്ലാണ്ട് ചെയ്തതാട്ടോ. അത് ആ ലൈം സോഡ കുടിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. പക്ഷെ അടിപൊളി ലൈം സോഡ, നല്ല അടിപൊളി. അതെന്താ സാധനം? സോഡയോ? ലൈം സോഡ. നല്ല ഇഞ്ചി. ഈ കാണുന്ന കടയിൽ നല്ല അടിപൊളി ലൈം സോഡ കിട്ടും. നല്ല അടിപൊളി ലൈം സോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല കസ്കസൊക്കെ ഇട്ട് ഒരു രക്ഷയില്ലാത്ത ലൈം സോഡ. ഇവിടെ ഈ പകല് അല്ലെങ്കിൽ സൺസെറ്റിൻ്റെ ആ ഒരു സമയത്ത് വരുന്നതിനേക്കാളും സൺസെറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് വരുന്നതായിരിക്കും അടിപൊളി. മിന്നലും എടുക്കത്തില്ലേ? ആ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. ഞങ്ങൾ ഏകദേശം ഗോൾഡൻ അവേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ സൺസെറ്റ് ഫുള്ളായിട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ചെന്നപ്പോൾ ഉള്ളതിനേക്കാളും എന്തുകൊണ്ടും അടിപൊളിയായിരുന്നു ഇരുട്ടായപ്പോൾ. മീനിങ്ങനെ പോകുന്നത് ഇപ്പൊ പക്ഷെ കണ്ടോ തിരിച്ചു വരുമ്പം വെള്ളം മോളിൽ കൂടെ ഒഴുകുന്നു. കണ്ട വെള്ളം അത് നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ മീൻ കയറിയിരിക്കുന്ന വെള്ളം കയറിയിട്ട് മീനിനെ കണ്ടൊന്നും അറിയില്ല. ആ സെയിം സ്പോട്ടാണ്. തിരിച്ചു വന്നപ്പം അതിൻ്റെ ഒക്കെ മുകളിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല തിരക്കുള്ള കായലുന്നത് ഇത് കണ്ടോ. സാധാരണ നമ്മൾ ഈ റോട്ടിലൊക്കെ വണ്ടി തലങ്ങും വിലങ്ങും പോകുന്ന പോലെയാണ്. ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാണ് കായലിൽ. ബോട്ടിങ്ങും കയാക്കിങ്ങും എന്നൊക്കെ പറഞ്ഞ് കുറേ ആക്ടിവിറ്റീസായിട്ട്. പിന്നെ ഇതിലുള്ള വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാവരെയും പെർമിഷനോട് കൂടിയാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ആൻഡ് ഇതാണ് ഇവിടുത്തെ ഒരു നൈറ്റുള്ളൊരു വ്യൂ ആൻഡ് വൈബ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് കണ്ടു നോക്കുക. വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.